+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പ്രാക്ടിക്കലിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ശരിയാണെങ്കിൽ ഒരു റിസൾട്ട് വരുന്നു, ശരിയല്ല എങ്കിൽ മറ്റൊരു റിസൾട്ട് വരുന്നു. അപ്പം നമുക്ക് ആദ്യമേ ഇഫ് ഫംഗ്ഷൻ വെച്ചൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കുട്ടി പാസ്സായോ, ജയിച്ചോ തോറ്റോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് 100-ൽ 30 മാർക്ക് കിട്ടിയാൽ ജയിക്കുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ 80 മാർക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് ഫാസ്റ്റാണോ ഫെയിൽഡ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈസിക്കൽ ടു കൊടുക്കുന്നു. ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ആ മാർക്കുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. അത് ഗ്രേറ്റർ ദാൻ എത്രയാണെങ്കിൽ ജയിച്ചു, 30 അതിൽ കൂടുതലോ ആണെങ്കിൽ ജയിക്കുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ 29 ആണെങ്കിൽ കുട്ടി എന്ത് ചെയ്തിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു. അപ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ കോമ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ഈ കോമ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആൻസറിലേക്ക് പോകുന്നു. കോമ കഴിഞ്ഞിട്ട് എന്നാലത് പാസ്റ്റ് എന്ന് കൊടുക്കുന്നു. അല്ല ഇത് ഈ മാർക്ക് 29-ൽ കുറവാണെങ്കിൽ നമ്മൾക്ക് എന്ത് ആൻസർ വരണം, ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീണ്ടും കോമ കൊടുക്കുക. ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു, ഫെയിൽഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇഫ് ഫംഗ്ഷൻ നമ്മൾ ഈസിക്കൽ ടു വെച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ കോമ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആൻസറിലേക്ക് വരുന്നു. കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ കോമ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആൻസറിലേക്ക് വരുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പം നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടി, ഫാസ്റ്റ് എന്ന് ആൻസർ കിട്ടി. ഇനി ഞാനിവിടെ മാർക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ഒരു 21 എന്ന മാർക്ക് കൊടുത്താൽ ഇവിടെ തനിയെ എന്തെന്ന് ആൻസർ വരും, കണ്ടീഷൻ ചെക്ക് ചെയ്തു 29 കുറവായതുകൊണ്ട് ഫെയിൽഡ് എന്ന് വന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുറച്ച് സബ്ജക്റ്റിൻ്റെ മാർക്ക് തന്നിട്ടുണ്ട്. ഈ ഓരോ സബ്ജക്റ്റിന് ഈ കുട്ടിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇഫ് കണ്ടീഷൻ വെച്ച് അത് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രേഡിൻ്റെ ആദ്യമേ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഗ്രേഡിൻ്റെ സെല്ലിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇഫ് കണ്ടീഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഇഫ് ഉപയോഗിക്കുന്നതിന് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ തവണ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ 89-ൽ കൂടുതലാണെങ്കിൽ A+ വരണം, 79-ൽ കൂടുതലാണെങ്കിൽ A വരണം, 69-ൽ കൂടുതലാണെങ്കിൽ B+ വരണം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഇവിടെ ചെക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസിക്കൽ ടു നമ്മൾ സാധാരണ കൊടുക്കും പോലെ ഇഫ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾക്ക് ഏത് സെല്ലിലെ മാർക്കാണ് ടെസ്റ്റ് ചെയ്യാനുള്ളത്, D2-ലെ മാർക്കാണ് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ D2 എന്ന സെല്ല് ഗ്രേറ്റർ ദാൻ 89 ആണോ എന്ന് നമ്മൾ നോക്കുന്നു. ആണെങ്കിൽ നമ്മൾക്ക് എന്തെന്ന് വരണം, അവിടെ A+ എന്ന് വരണം. അത് അല്ല എങ്കിൽ വീണ്ടും എങ്ങോട്ട് പോകണം, വീണ്ടും നമ്മൾ ഇഫ് വെച്ച് ചെക്ക് ചെയ്യണം. അടുത്ത എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഈ തന്നിരിക്കുന്ന D2 എന്ന് പറയുന്ന സെല്ല് ഗ്രേറ്റർ ദാൻ എന്താണോ നോക്കണം, 79 ആണോ നോക്കണം. ആണെങ്കിൽ അവിടെ എന്തെന്ന് വരണം, A എന്ന് വരണം. A നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്നു. അല്ല എങ്കിൽ നമ്മൾ വീണ്ടും എവിടെ പോകണം, ഇഫ് വെച്ച് ചെക്ക് ചെയ്യണം. എന്താണ് ചെക്ക് ചെയ്യാനുള്ള, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ തന്നിരിക്കുന്ന സെല്ല് D2 എന്ന് പറയുന്നത് 69-ൽ കൂടുതലാണോ എന്ന് നോക്കുന്നു. D2 ഗ്രേറ്റർ ദാൻ 69 ആണെങ്കിൽ അവിടെ എന്തെന്ന് വരണം, D2 ഗ്രേറ്റർ ദാൻ 69 ആണെങ്കിൽ അവിടെ എന്തെന്നാണ് വരാനുള്ളത്, B+ എന്ന് വരണം. നമ്മൾ B+ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഡബിൾ കോഡ്സിനകത്ത്. അല്ല എങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, D2-ലുള്ളത് 59-ൽ കൂടുതലാണോ എന്ന് നോക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ഇഫ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. D2 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. അത് ഗ്രേറ്റർ ദാൻ 59 ആണോ എന്ന് നോക്കുന്നു. 59 ആണെങ്കിൽ എന്തെന്ന് വരണം, B എന്ന് വരണം.
ഡബിൾ കോട്ട്സിനകത്ത് ബി കൊടുക്കുക. 59 അല്ല എങ്കിൽ, അതായത് 59-ൽ കൂടുതലല്ല എങ്കിൽ വീണ്ടും നമ്മൾ ആ സെല്ലിൽ പോയി ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും കോമ ഇട്ട് കൊടുത്തിട്ട് ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആ സെല്ല് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു. അവിടെ എന്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു? ഗ്രേറ്റർ ദാൻ 49 ആണോ എന്ന് നോക്കുന്നു. ഗ്രേറ്റർ ദാൻ 49 ആണെങ്കിൽ ആ D2 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് 49-ൽ കൂടുതലാണെങ്കിൽ എന്തെന്ന് പറഞ്ഞു? അവിടെ C+ എന്ന ഗ്രേഡ് വരണം. അത് അല്ല എങ്കിൽ നമ്മൾ വീണ്ടും എങ്ങോട്ട് പോകണം? ഈ D2 എന്ന് പറയുന്ന സെല്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. D2 സെല്ല് ഗ്രേറ്റർ ദാൻ 39 ആണോ എന്ന് നോക്കുന്നു. ഗ്രേറ്റർ ദാൻ 39 ആണെങ്കിൽ അവിടെ എന്തെന്ന് വരണം? കോമ ഇടുക. C എന്ന ഗ്രേഡ് വരണം. അത് അല്ല എങ്കിൽ നമ്മൾ വീണ്ടും എവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകണം? ഇഫ് കണ്ടീഷൻ കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. D2 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 29 ആണോ എന്ന് നോക്കുന്നു. ഗ്രേറ്റർ ദാൻ 29 ആണെങ്കിൽ നമ്മൾക്ക് അവിടെ എന്തെന്ന് കിട്ടണം? D+ എന്ന ഗ്രേഡ് കിട്ടണം. അല്ല എങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ആ സെല്ല് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. എന്ത് ടെസ്റ്റ് ചെയ്യുന്നു? ഇഫ് D2 ഗ്രേറ്റർ ദാൻ 19 ആണോ എന്ന് നോക്കുന്നു. 19 ആണെങ്കിൽ എന്തെന്ന് വരണം? D എന്ന ഗ്രേഡ് വരണം. അല്ല എങ്കിൽ എന്ത് ഗ്രേഡ് വരണം? ഗ്രേറ്റർ ദാൻ 19 വരെയുള്ളതേ അവർ തന്നിട്ടുള്ളൂ. അതായത് 20 to 29 വരെയാണെങ്കിൽ D എന്ന് വരണം. അല്ലാത്തവർക്കെല്ലാം ഏത് ഗ്രേഡ് ടൈപ്പ് ചെയ്യണം? ഈ ഗ്രേഡ് എന്നാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പം നമ്മളിവിടെ ഇഫിൻ്റെ കൂടെ എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പം അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഒന്നുകിൽ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അതല്ല എങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ കളർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അവസാനം വരെയുള്ള ബ്രാക്കറ്റിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറാണ്. ഇവിടെ ബ്ലാക്ക് കളറിൽ ഓപ്പൺ ചെയ്തു, ബ്ലാക്ക് കളറിൽ ക്ലോസ് ചെയ്തു. എൻ്റർ അടിക്കുക. അവിടെ നമുക്ക് ഗ്രേഡ് എന്തെന്ന് കിട്ടി? 21 മാർക്ക്. അപ്പോൾ 20-നും 29-നും ഇടയ്ക്ക് D ഗ്രേഡാണ്. ഇനി ബാക്കിയുള്ളത് നമ്മൾക്കിത് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത്, അതായത് ഈ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു റെക്റ്റാങ്കുലർ ബാർ വരും. അതിൻ്റെ താഴെ ഒരു കുഞ്ഞ് സ്ക്വയർ ബാറുണ്ട്. അവിടെ വരുമ്പോഴത്തേക്ക്, അവിടെ മൗസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഒരു സൈൻ പ്ലസ് സൈനായി മാറും. ഈ പ്ലസ് സൈൻ മാറി വേറൊരു പ്ലസ് സൈനായി മാറും. അന്നേരം ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ എല്ലാത്തിൻ്റെയും ഗ്രേഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു ഗ്രേഡ്, ഇവിടെ A ഉണ്ട്, A+ ഉണ്ട്, A ഇല്ല. നമുക്ക് ഇവിടെ ഒരു ഗ്രേഡ് മാറ്റി കൊടുത്തു നോക്കാം. ഇതിന് നമ്മളൊരു ഗ്രേഡ് കൊടുക്കുകയാണ്. 81 എന്ന മാർക്ക്. 80 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 80 എന്ന മാർക്ക് കൊടുത്താൽ എന്തെന്ന് വരും? A ഗ്രേഡ് അതിന് വരും.